കോതമംഗലത്ത് രണ്ടാനമ്മ കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയുടെ ഖബറടക്ക ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത പിതാവ് അജാസിനെ പോലീസ് വിട്ടയച്ചിരുന്നു. അജാസിന്റെയും പ്രതി അനീഷയുടെയും 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ സംരക്ഷണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോതമംഗലത്ത് രണ്ടാനമ്മ കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിക്ക് വ്യക്തിനിദ്ര ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആന്റണി ജോൺ MLA ഉൾപ്പെടെയുള്ളവർ നോക്കാ ദൃശ്യങ്ങളിൽ കാണാം. കേരളമാകെ വേദനിച്ച ഒരു സംഭവം. ആ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണത്തിനാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. രണ്ടാനമ്മയാണ് കുഞ്ഞിന്റെ ജീവനെടുത്തത് എന്നതാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പിതാവിനെയും കസ്റ്റഡിയിലെടുത്തുന്നു. പിതാവിനെ കാര്യത്തിൽ പങ്കില്ല എന്ന കണ്ടെത്തലത്തിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പോലീസ് വിട്ടയക്കുകയും ചെയ്തു. രണ്ടാനമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾ കോതമംഗലത്ത് നടക്കുകയാണ്. സ്നേഹമോൾ ഞാൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്നേഹ, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത്രത്തോളം ആളുകൾ അവിടെ ചേർന്നിരുന്നു ആ കുഞ്ഞിന് യാത്രാമൊഴി നൽകാൻ. ആറ് വയസ്സുകാരി മുസ്കാന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. നെല്ലിമുറ്റം ജുമാ മസ്ജിദിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നലെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു. അനീഷയെ ഇന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് രണ്ടാനമ്മ ഉള്ളത്. ഇന്നലെ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ദുഃഖകരമായ കാഴ്ചകൾ, കുഞ്ഞു ചെരുപ്പ് അടക്കം ആ വീടിന്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നതിന്റെ സങ്കടപ്പെടുന്ന കാഴ്ച ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രിയോടുകൂടി പിതാവിനെ പോലീസ് വിട്ടയച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണവും അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയതല്ല. താനില്ലാത്ത സമയത്ത് കുട്ടികളെ ക്രൂരമായി രണ്ട് മക്കളെയും തല്ലുന്ന ശീലം അനീഷയ്ക്കുണ്ടായിരുന്നു. അയൽക്കാരുമൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രീതിക്ക് ജീവനഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നമുണ്ടാകും എന്ന് വിചാരിച്ചിരുന്നില്ല എന്നാണ് അജാസ് പറഞ്ഞത്. കുഞ്ഞ് മരിച്ച രാത്രി 10:30-ക്കാണ് വീട്ടിലെത്തിയത്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞ് എണീക്കുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചത് മനീഷ തന്നെയാണ് എന്ന് പറയുന്നു. ചെവി വെച്ച് നോക്കിയപ്പോൾ നേരത്തെ ഹൃദയമിടിപ്പുണ്ടെന്ന് തോന്നി. പക്ഷെ പിന്നീട് എല്ലാവരും എത്തിയപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് അജാസ് പറയുന്നത്.